ലക്ഷ്മി ഹരികൃഷ്ണൻ ഒക്കെ വേദ ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ. ഇപ്പോൾ അവിടെ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി, അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മദർ ഇൻ ലോയും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ റൈസ് ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല. എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും ആണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ കേട്ടത് ലക്ഷ്മിയുടെ ഹസ്ബൻഡായ അനന്ത പത്മനാഭന്റെ വോയിസ് ആണ് ഇപ്പോൾ കേട്ടത്. പുള്ളിക്കാരൻ ഇറക്കിയ ഒരു വീഡിയോ ആയിരുന്നു. അതായത് ലക്ഷ്മിയുടെ മകനെ 4 വയസ്സുള്ള കുട്ടിയെ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറ്റിയില്ല, അതായത് ചെന്നൈയുടെ സെറ്റിലെത്തിയിട്ടും കയറ്റിയില്ല എന്നുള്ളൊരു വിഷയത്തിൽ വെളിയിൽ വലിയൊരു റൂമർ നടക്കുന്നുണ്ട്. അതായത് റൂമർ എങ്ങനെയാണ്, ഹസ്ബൻഡും ലക്ഷ്മിയും തമ്മിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്, അവരുടനെ പിരിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഭർത്താവിന്റെ സമ്മതമില്ലാതെ, പുള്ളിക്കാരന്റെ സമ്മതമില്ലാതെ കുട്ടിയെ ബിഗ് ബോസിലേക്ക് കയറ്റുന്നതിൽ പുള്ളിക്കാരൻ എതിർപ്പുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് ബിഗ് ബോസ് കയറ്റാതിരുന്നതാണ്, ചെന്നൈയിൽ എത്തിയിട്ടും കയറ്റാതിരുന്നതാണ് എന്ന തരത്തിലൊരു കോൺട്രവേഴ്സി വെളിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശദീകരണമായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പം ഇന്ന് രാവിലെ എത്തിയിരുന്നത്. അതായത് ഇത്തരത്തിൽ യാതൊരുവിധ ഡിവോഴ്സ് പെറ്റീഷനും അവർ തമ്മിൽ ഫയൽ ചെയ്തിട്ടില്ല, 1. ആൻഡ് 2, പുള്ളിക്കാരന്റെ അറിവോടുകൂടി തന്നെയാണ് ആ 4 വയസ്സുള്ള കുട്ടി ബിഗ് ബോസിന്റെ സെറ്റിൽ എത്തിയത്. സോ പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ള ക്ലാരിഫിക്കേഷനാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് നൽകിയത്. സോ ഇറ്റ്സ് ക്ലിയർ, ബിഗ് ബോസ് ടീം മുൻകൈ എടുത്തിട്ടാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കയറ്റാതിരുന്നത്. സോ ബിഗ് ബോസിന്റെ മാത്രം മിസ്റ്റേക്കാണ്. സാധാരണ 4 വയസ്സും അതിനു മുമ്പുള്ള വയസ്സും ഇപ്പം നമ്മുടെ റെനീഷയുടെ ഒക്കെ ഉണ്ടല്ലോ, റെനീഷയുടെ അനിയന്റെയോ ചേട്ടന്റെയോ കുഞ്ഞ് വന്നായിരുന്നല്ലോ ബിഗ് ബോസിൽ, അതും പൊടിക്കുഞ്ഞായിരുന്നു. സോ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കയറ്റായിരുന്നു എന്നുള്ളത് ബിഗ് ബോസ് ആണ് വ്യക്തമാക്കേണ്ടത്, ബിഗ് ബോസ് ടീമാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ലാലേട്ടൻ പറയണം.